പൂനെയിലെ പോർഷെ അപകടവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുമായി ഇപ്പോൾ പൂനെ പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കൗമാരക്കാരൻ്റെ വാഹനമിടിച്ച് രണ്ടുപേർ കൊല്ലപ്പെട്ട കേസിൽ നിർണായകമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഈ കൗമാരക്കാരൻ, അതായത് പ്രതിയായ 17 വയസ്സുള്ള കൗമാരക്കാരൻ, നേരത്തെ അദ്ദേഹം മദ്യപിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്നായിരുന്നു ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് വ്യാജമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം അത് ചവറ്റുകുട്ടയിൽ ഇട്ടതിന് ശേഷം മറ്റൊരാളുടെ രക്തസാമ്പിളുകൾ അവിടെ വയ്ക്കുകയും അത് പരിശോധിക്കുകയും തുടർന്ന് ഈ മദ്യപിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് നൽകിയെന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 2 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൂനെ സാസൂണിലെ സർക്കാർ ആശുപത്രിയിലെ ഫോറൻസിക് ലാബ് മേധാവി ഡോക്ടർ അജയ് താവറെ, ഡോക്ടർ ശ്രീഹരി ഹാർണർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേരുമാണ് ഈ പ്രതിയുടെ രക്തസാമ്പിൾ ശേഖരിക്കുകയും അത് ചവറ്റുകുട്ടയിലിടുകയും മറ്റൊരു രക്തസാമ്പിൾ വച്ച് പരിശോധിച്ച് പ്രതിക്ക് ക്ലീൻ ചിറ്റ്, അതായത് മദ്യപിച്ചിരുന്നില്ല എന്ന ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു കണ്ടെത്തലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു കണ്ടെത്തലാണ് പൂനെ പോലീസ് നടത്തിയതെന്ന കാര്യം സംശയമില്ല. കാരണം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന്, അതും ഒരു ഫോറൻസിക് ലാബ് മേധാവിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇത്തരം ഗുരുതരമായ വീഴ്ച എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, അതീവ ഗുരുതരമായ തെറ്റ്, ഒരു ക്രിമിനൽ മനോഭാവം ഒരു ഡോക്ടറുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.